ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡം സർഗം 73 ശ്ലോകങ്ങൾ 41 മുതൽ 45 കൂടി. കാകുസ്ഥൈശ്ച ഗൃഹീതേഷു ലളിതേഷു ച പാണിഷു. അടുത്ത ലൈൻ പുഷ്പവൃഷ്ടിർ മഹത്യാസീത് അന്തരീക്ഷാത് സുഭാസ്വരാ ദിവ്യദുന്ദുഭി നിർഘോഷൈഹി ഗീതവാദിത്ര നിസ്വനൈഹി. കാകുസ്ഥൈശ്ച ഗൃഹീതേഷു ലളിതേഷു ച പാണിഷു പുഷ്പവൃഷ്ടിർമഹത്യാസീത് അന്തരീക്ഷാത് സുഭാസ്വരാ ദിവ്യദുന്ദുഭി നിർഘോഷൈഹി ഗീതവാദിത്ര നിസ്വനൈഹി. കാകുസ്ഥൈഹി രഘുവംശജരായിട്ടുള്ള രാജകുമാരന്മാർ കൊണ്ട് ഗൃഹീതേഷു കൈപിടിക്കപ്പെട്ടപ്പോഴ് ലളിതേഷു പാണിഷു മനോഹരമായ കൈകളെ പുഷ്പവൃഷ്ടിക്ക് പുഷ്പവർഷം മഹതി വലിയ പുഷ്പവർഷം ആസീത ഉണ്ടായി അന്തരീക്ഷാത് ആകാശത്തിൽ നിന്ന് സുഭാസ്വര ശോഭയോടെ ദിവ്യമായിട്ട് ദിവ്യദുന്ദുഭി ദേവന്മാരുടെ ദിവ്യമായ മദ്ദളം നിർഘോഷേഹി മുഴക്കങ്ങളാല് ഗാനങ്ങള് വാദിത്ര സംഗീതോപകരണങ്ങള് നിസ്വനേഹി നാദങ്ങളാൽ. അതായത് രഘുകുലത്തിലെ രാജകുമാരന്മാര് വധുക്കളുടെ മനോഹരമായ കൈകൾ സ്വീകരിച്ചപ്പോഴ് ആകാശത്തിൽ നിന്ന് വലിയ പുഷ്പവർഷം ചെയ്തു. ദിവ്യദുന്ദുഭികളുടെ മുഴക്കവും ഗാനവാദ്യനാദങ്ങളും എല്ലായിടവും മുഴങ്ങി. അതായത് ദേവലോകം പോലും ഈ വിവാഹത്തിൽ ആനന്ദിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവാഹം ഭൂമിയിലെ ഒരു ചടങ്ങ് മാത്രമല്ല, ദിവ്യമായ മഹാസംഭവമാണെന്ന് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം നനൃതു ശാപ്സര സംഘാഹ ഗന്ധർവാശ ജഗുഹു കലം വിവാഹേ രഘുമുഖ്യാനാം തദദ്ഭുതമിവാഭവത്. നനുദുശ്ചാപ്സര സംഘാഹ ഗന്ധർവാശ ജഗുഹു കലം വിവാഹേ രഘുമുഖ്യാനാം തദദ്ഭുതമിവാഭവത്. നനുർദുഹു നൃത്തം ചെയ്തു. ആരൊക്കെ? അപ്സരസംഘാഹ അപ്സരസുകളുടെ സംഘം. പിന്നെ ഗന്ധർവാഹ ഗന്ധർവന്മാര് ജഗുഹു പാടി. കലം മധുരമായിട്ട്. വിവാഹേ വിവാഹ സമയത്ത്. രഘുമുഖ്യാനാം രഘുവംശത്തിലെ ശ്രേഷ്ഠന്മാരുടെ അദ്ഭുതം ഇവ അദ്ഭുതകരമായതുപോലെ അഭവത് ആയി. അതായത് രഘുവംശത്തിലെ ശ്രേഷ്ഠന്മാരുടെ വിവാഹ സമയത്ത് അപ്സരസുകളൊക്കെ നൃത്തം ചെയ്തു. ഗന്ധർവന്മാര് വളരെ മധുരമായിട്ട് പാടി. ആ വിവാഹം അദ്ഭുതകരമായിട്ടുള്ള മഹോത്സവമായിട്ട് മാറി. ഈ വിവാഹം മനുഷ്യരുടെ മാത്രം ആഘോഷമല്ല, ദേവലോകവും പങ്കെടുത്ത ഒരു ദിവ്യോത്സവമാണ്. ഈദൃശേ വർത്തമാനേ തു തൂര്യോത്കുഷ്ടനിനാദിതേ ത്രിരഗ്നിം തേ പരിക്രമ്യ ഊഹുർഭാര്യാ മഹോജസഃ. ഈദൃശേ വർത്തമാനേ തു തൂര്യോത്കുഷ്ടനിനാദിതേ ത്രിരഗ്നിം തേ പരിക്രമ്യ ഊഹുർഭാര്യാ മഹോജസഃ. ഈദൃശേ വർത്തമാനേ ഇങ്ങനെ നടക്കുമ്പോഴ് തൂര്യവാദ്യങ്ങള് ഉച്ഛത്തിൽ മുഴങ്ങുന്ന നിനാദിതേ ശബ്ദഭരിതമായ ത്രിഹി 3 പ്രാവശ്യം അഗ്നിം പരിക്രമ്യ അഗ്നിയെ പ്രദക്ഷിണം ചെയ്ത് തേ അവര് ഭാര്യാഹ ഊഹുഹു ഭാര്യമാരെ സ്വീകരിച്ചു, അതായത് കൂട്ടിക്കൊണ്ടുപോയി. മഹൗജസഹ മഹാതേജസ്സുള്ളവര്. അതായത് വാദ്യനാദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ മഹാതേജസ്സുള്ള രാജകുമാരന്മാര് അഗ്നിയെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് ഭാര്യമാരെ സ്വീകരിച്ചു. അഗ്നി സാക്ഷിയായിട്ട് വിവാഹബന്ധം ഉറപ്പിക്കുന്ന വൈദിക വിവാഹ രീതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അഥോപകാര്യം ജഗ്മുസ്തേ സദാരാ രഘുനന്ദനാഹ സ്വാനി യാനാനി ചാരോപ്യ താം പുരീ പ്രയയുസ്തദാ. അഥോപകാര്യം ജഗ്മുസ്തേ
സദാ രഘുനന്ദനാഃ സ്വാനി യാനാനി ചാരോപ്യ താം പുരീം പ്രയയുസ്തദാ. അഥ തുടർന്ന് ഉപകാര്യാം വിശ്രമസ്ഥലത്തേക്ക്, അതായത് പാളയത്തിലേക്ക് ജഗ്മുഹു പോയി. സദാരാഹ ഭാര്യമാരോടുകൂടെ, രഘുനന്ദനാഹ രഘുകുലപുത്രന്മാർ, സ്വാനിയാനാനി സ്വന്തം വാഹനങ്ങളില്, ആരോപ്യ കയറ്റി, താംപുരീം ആ നഗരിയിലേക്ക്, പ്രയയുഹു യാത്രയായി. അതായത് തുടർന്ന് രഘുകുലപുത്രന്മാര് ഭാര്യമാരോടുകൂടെ വിശ്രമസ്ഥലത്തേക്ക് പോയി. പിന്നെ എല്ലാവരും വാഹനങ്ങളിൽ കയറി ആ നഗരത്തിലേക്ക് യാത്രയായി. വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം നവദമ്പതിമാര് ഔപചാരികമായിട്ട് യാത്ര തിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണാൻ കഴിയുന്നത്. പ്രിയമാണോ ദശരഥഃ പുത്രാൻ പുത്രവതാം വരഃ രാജാപ്യനുയയോ പശ്യൻ സഷ്യസംഗസ്സ ബാന്ധവഃ. പ്രിയമാണഃ അതിയായ സന്തോഷത്തോടെ ദശരഥ മഹാരാജാവ് പുത്രന്മാരെ, പുത്രവതാം വരഃ പുത്രന്മാരുള്ളവരിൽ ശ്രേഷ്ഠൻ, രാജാവ്, അനുയയോ അനുഗമിച്ചു, പശ്യൻ നോക്കിക്കൊണ്ട്, സഷ്യസംഘ ഋഷിസംഘത്തോടുകൂടെ, സബാന്ധവഃ ബന്ധുക്കളോടുകൂടെ. അതായത് പുത്രന്മാരുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനായ മഹാരാജാവ് ദശരഥ രാജാവ് അതിയായ സന്തോഷത്തോടെ തന്റെ പുത്രന്മാരെ നോക്കിക്കൊണ്ട് ഋഷിമാരും ബന്ധുക്കളും കൂടെ അവരെ അനുഗമിച്ചു. മക്കളുടെ വിവാഹം കണ്ട പിതാവിന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. രാമനടക്കമുള്ള രഘുകുല രാജാക്കന്മാരുടെ വിവാഹം നടന്നപ്പോൾ ഭൂമിയും ദേവലോകവും ഒരേപോലെ ആനന്ദിച്ചു. ആകാശത്തിൽ നിന്ന് പുഷ്പവർഷം ചെയ്തു, ദിവ്യവാദ്യങ്ങൾ മുഴങ്ങി, അപ്സരസുകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാര് ഗാനമാലപിച്ചു. അഗ്നിസാക്ഷിയായിട്ട് വിവാഹ കർമ്മങ്ങൾ പൂർത്തിയായ ശേഷം നവദമ്പതികൾ യാത്രയായി. മക്കളുടെ വിവാഹം കണ്ട ദശരഥ മഹാരാജാവ് അതിയായ സന്തോഷത്തോടെ അവരെ അനുഗമിച്ചു. ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് കാണുന്നത് ദിവ്യത്വം, പിന്നെയോ വൈദിക പവിത്രത, കുടുംബസ്നേഹം, ദേവമനുഷ്യ ഏകാനന്ദം എന്നിവ അതിസുന്ദരമായിട്ട് കവി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ നമുക്ക് ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. കാകുസ്തൈശ്ച ഗൃഹീതേഷു ലളിതേഷു ച പാണിഷു പുഷ്പവൃഷ്ടിർമഹത്യാസീത് അന്തരീക്ഷാത് സുഭാസ്വരാ ദിവ്യദുന്ദുഭി നിർഘോഷൈഃ ഗീതവാദിത്ര നിസ്വനൈഃ നനുദുശ്ചാപ്സരസംഘാഃ ഗന്ധർവാച ജഗുഃ കലം വിവാഹേ രഘുമുഖ്യാനാം തദദ്ഭുതമിവാഭവത് ഈദൃശേ വർത്തമാനേതു തുര്യോത്കുഷ്ടനിനാദിതേ ത്രിരഗ്നിം തേ പരിക്രമ്യ ഊഹുർഭാര്യാമഹൗജസഃ അഥോപകാര്യം ജഗ്മുസ്തേ സദാ രഘുനന്ദനാഃ സ്വാനിയാനാനി ചാരോപ്യ താം പുരീം പ്രയയുസ്തദാ. പ്രീയമാണോ ദശരഥഃ പുത്രാൻ പുത്രവതാം വരഃ രാജാപ്യനുയയോ പശ്യൻ സഷ്യസംഗസ്സ ബാന്ധവഃ. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ സീതാദീനാം വിവാഹേ 370 സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.